കോൺസെഷൻ ഐ തിങ്ക് ഐ ഹവ് ഗോട്ട് എ ഫീവർ. എനിക്ക് പനിയുണ്ട് എന്നാണ് തോന്നുന്നത്, പനിയായിന്നാണ് എനിക്ക് തോന്നുന്നത്. ഡു യു ഫീൽ വെരി ഹോട്ട്? നിങ്ങൾക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? യെസ്, ഐ ബീൻ സ്വെറ്റിംഗ് എ ലോട്ട്. ഞാൻ കുറേ നേരം നന്നായിട്ട് വേർക്കുന്നുണ്ട്. യുഡ് ബെറ്റർ ഗോ ടു എ ഡോക്ടർ. നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. കോൺസെഷൻ ബി, ഐ ഫീൽ ക്വൈറ്റ് സിക്ക് ഡോക്ടർ. ഞാൻ ഭയങ്കര രോഗിയാണ് ഡോക്ടർ, ഭയങ്കര ഒരു ക്ഷീണം, അസുഖം. ക്യാൻ യു ടെൽ മീ അബൌട്ട് ഇറ്റ്? അസുഖം എന്താണെന്ന് എന്നോട് പറയൂ. ഐ ഗോട്ട് എ ഹെഡ് ഏക്ക് ആൻഡ് സ്റ്റൊമക് ക്രാംസ്. എനിക്ക് തലവേദനയും അതുപോലെ തന്നെ വയറുകടിയും വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ട്, സ്റ്റൊമക് ക്രാംസ്. ഐ വുഡ് ബെറ്റർ ടേക്ക് യുവർ ടെമ്പറേച്ചർ. ഞാൻ നിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കോൺവെർസേഷൻ സി, ഈസ് എ കട്ട് ഓൺ മൈ ഹാൻഡ് ഡേഞ്ചറസ്? എൻ്റെ കയ്യിലുള്ള ഈ മുറി ഭയങ്കര അപകടമാണോ സാർ? നോ, ബട്ട് ദർ ഇസ് എ ലിറ്റിൽ ഇൻഫെക്ഷൻ. പ്രശ്നമൊന്നുമില്ല, പക്ഷേ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ട്. വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ആൻ ഇൻഫെക്ഷൻ? ഒരു ഇൻഫെക്ഷൻ നിങ്ങൾ എന്താ ചെയ്യുക സാറേ? ആൾ യൂസ് ആൻ ആൻറ്റിബയോട്ടിക്, ഇറ്റ് വിൽ ബി ഗോൺ ബൈ ടുമാറോ. ഞാൻ ജസ്റ്റ് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആയിക്കും അല്ലെങ്കിൽ മെഡിസിൻ ആയിക്കും. അതെന്ത് ചെയ്യും? നാളെ ആകുമ്പോഴേക്ക് മാറും. ഓക്കെ. കോൺസെഷൻ ഡി, ഹാവ് യു എവർ ഹാഡ് ന്യൂമോണിയ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ന്യൂമോണിയ ഉണ്ടായിട്ടുണ്ടോ? യെസ്, ഐ ഹാഡ് ഇറ്റ് അബൌട്ട് 2 years ago. 2 വർഷം മുമ്പ് എനിക്കുണ്ടായിരുന്നു. ഐ എവർ ഹാഡ് മീസിൽസ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മീസിൽസ് ഉണ്ടായിട്ടുണ്ടോ? നോ, ഐ നെവർ ഹാഡ് മീസിൽസ്. എനിക്ക് ലൈഫിൽ ഒരിക്കലും എന്തായിട്ടില്ല, മീസിൽസ് ഉണ്ടായിട്ടില്ല. കോൺസെഷൻ ഇ, ഡു ഐ ഹാവ് എനിത്തിങ് സീരിയസ് ഡോക്ടർ? എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ടോ ഡോക്ടറെ? ഓൺലി എ സ്ലൈറ്റ് കോൾഡ്. ഇല്ല, ചെറിയൊരു പനിയുണ്ട്, കുറച്ച് തുമ്മലും ഇതൊക്കെ ആയിട്ട് കോൾഡ് ഉണ്ട്. വിൽ ഇറ്റ് ലാസ്റ്റ് വെരി ലോങ്? അത് മാറാൻ കുറേ സമയം എടുക്കുമോ? നോ, ഇറ്റ് വിൽ പ്രോബബ്ലി ഗോ അവേ ഇൻ എ ഡേ ഓർ 2. 1-2 ദിവസത്തിനടുക്ക് എന്ത് ചെയ്യും, അത് മാറും. പ്രാക്ടീസ് എക്സസൈസ് ആണ്. ഐ തിങ്ക് ഐ ഹവ് ഗോട്ട് എ ഫീവർ. എനിക്ക് പനി ഉണ്ട് എന്ന് തോന്നുന്നു. ബെറ്റർ ചെക്ക് യുവർ ടെമ്പറേച്ചർ. അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഐ തിങ്ക് ഐ ഗോട്ട് എ റാഷ്. എനിക്ക് ഒരു കടി കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ഇൻസെക്റ്റ് എന്നൊക്കെ. ഈസ് ഇറ്റ് ഇച്ചി? നല്ല ചൊറിച്ചിലുണ്ടോ? ഐ തിങ്ക് ഐ ഗോട്ട് ആൻ അലർജി. എനിക്ക് എന്തോ അലർജി കുടുങ്ങിയിട്ടുണ്ട്. ടു വാട്ട്? എന്തിന്? ഫുഡ് ഓർ ഡസ്റ്റ്? ഫുഡാണോ ഡസ്റ്റാണോ? ഐ തിങ്ക് ഐ ഗോട്ട് ആൻ ഇൻഫെക്ഷൻ. എനിക്ക് എന്തോ ഒരു ഇൻഫെക്ഷൻ കുടുങ്ങിയിട്ടുണ്ട്. യു മൈറ്റ് നീഡ് ആൻറ്റിബയോട്ടിക്സ്. നിങ്ങൾ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് എടുക്കണം. ഐ തിങ്ക് ഐ ഗോട്ട് എ ബ്ലിസ്റ്റർ. ഡോണ്ട് പോപ്പ് ഇറ്റ്, ജസ്റ്റ് കീപ്പ് ഇറ്റ് ക്ലീൻ. ആ ബ്ലിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തീ പൊള്ളിയാലും മറ്റൊക്കെ കയ്യിലുണ്ടാകുന്ന കുമിളല്ലേ, അപ്പോൾ ഒരു കുമിളുണ്ടായിട്ടുണ്ട്. ഡോൺ പോപ്പ് ഇറ്റ്, അതങ്ങനെ പൊട്ടിക്കരുത്, ജസ്റ്റ് കീപ്പ് ഇറ്റ് ക്ലീൻ. അവിടെ വൃത്തിയായി സൂക്ഷിച്ചാൽ മതി. ഐ തിങ്ക് ഐ ഗോട്ട് ആൻ ഇൻഫ്ലമേഷൻ. എനിക്കൊരു വീക്ക് ഉണ്ടായിട്ടുണ്ട്. ഈസ് ഇറ്റ് സോളൻ ഓർ റെഡ്? അത് വീങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ തടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചുവന്ന കളറാണോ? ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് ആൻ ആബ്സസ്. ഐ തിങ്ക് ഐ ഹവ് ഗോട്ട് ആൻ അബ്സസ്. അതായത് എൻ്റെ ശരീരത്തിലൊരു കുരു ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ വീങ്ങിയിട്ട് ചിലക്ക് പറഞ്ഞിട്ടുള്ള കുരു. ദാറ്റ് സൗണ്ട്സ് പെയിൻഫുൾ ഡോക്ടർ. അത് അത്ര സുഖമുള്ളതല്ല, അത് കുറച്ചൊരു പ്രയാസമുള്ള കേസാണ്. യു ഷുഡ് സീ ഡോക്ടർ. ഡോക്ടറല്ല മറ്റേ പറയാണ്, യു ഷുഡ് സീ ഡോക്ടർ. നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. വാട്ട് ക്യാൻ യു ഡു എബൌട്ട്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ യു ഡു എബൌട്ട് ആൻ ഇൻഫെക്ഷൻ? ഒരു ഇൻഫെക്ഷൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? യൂഷ്വലി ആൻറ്റിബയോട്ടിക്സ് ഹെൽപ്പ്. സാധാരണ ആൻറ്റിബയോട്ടിക്സ് ആണ് കൊടുക്കുക, അത് സഹായിക്കും. വാട്ട് ക്യാൻ യു ഡു എബൌട്ട് അപ്പൻഡിഡൈസിറ്റ്സ്? അപ്പൻഡിഡൈസിറ്റ്സിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? യു യൂഷ്വലി നീഡ് സർജറി. നിങ്ങൾക്ക് സർജറി വേണ്ടി വരും സാധാരണഗതിയിൽ. വാട്ട് ക്യാൻ യു ഡു എബൌട്ട് ദ ഫ്ലൂ? ഫ്ലൂ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? റെസ്റ്റ്, വിശ്രമിക്കുക. പിന്നെ ഫ്ലൂയിഡ്സ് ആൻഡ് മേ ബി ആൻറ്റിവൈറൽ മെഡിസിൻസ്. ചില ഫ്ലൂയിഡുകൾ ആൻറ്റിവൈറൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കും. വാട്ട് ക്യാൻ യു ഡു എബൌട്ട് ആൻ ആബ്സസ്? ഒരു കുരു വന്ന് എന്താ ചെയ്യുക? ഇറ്റ് മേ നീഡ് ടു ബി ഡ്രെയിൻഡ് ആൻഡ് ട്രീറ്റഡ് വിത്ത് ആൻറ്റിബയോട്ടിക്സ്. അത് ക്ലീൻ ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. എക്സാമ്പിൾസാണ്, നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.